ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ദിവസമായിരുന്നു. ഈ സമയത്താണ് അറിയിക്കുന്നത്, അത് മാറ്റിവെച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഈ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇരുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നിറങ്ങിയ വിജ്ഞാപനം ഇതാണ്. 16/10 പ്രസിദ്ധീകരിക്കേണ്ടിരുന്ന എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെന്റും ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെന്റും 23 മാറ്റിവെച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമില്ലാത്ത ഓപ്ഷൻ റദ്ദാക്കുന്നതിനും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ 22/10/2020 രാവിലെ 10 മണി വരെ വിദ്യാർത്ഥികൾക്ക് സമയം അനുവദിക്കുന്നതാണ്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മുടെ സമയം നീട്ടി നൽകിയിട്ടുണ്ട്. അതായത് നമുക്കിനി ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനുണ്ടായിരിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചില കോളേജുകളിലെ കോഴ്സുകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനുള്ള ഒരു സമയമാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ JEE NIT പോലെയുള്ള കോഴ്സുകളിൽ, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അലോട്ട്മെന്റ് നാളെ വരുന്നതാണ്. അതനുസരിച്ചിട്ട് അവർക്കും ഇതിൽ നിന്നും ഒഴിവാവുന്നതാണ്. അപ്പോൾ അവരുടെ അലോട്ട്മെന്റുകൾ, ഓപ്ഷൻസുകൾ ക്യാൻസൽ ചെയ്യാമെന്നതും കൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് JEE വഴി പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാന സീറ്റുകളിലേക്ക് താല്പര്യമില്ലാത്ത പക്ഷം നിർബന്ധമായും അവരുടെ ഓപ്ഷനുകൾ ഈ ഘട്ടത്തിൽ റദ്ദാക്കേണ്ടതാണ്. അതായത് പല കുട്ടികളും JEEക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അവരുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് അവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുടെ ചാൻസുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരുടെ ഓപ്ഷനുകൾ ഈ ഘട്ടത്തിൽ റദ്ദാക്കേണ്ടതാണ്. അതുമൂലം ഒരുപാട് കുട്ടികൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ തന്നെ സീറ്റുകൾ ലഭ്യമാകുന്നതായിരിക്കും. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പൊ 23-ാം തീയതിയാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനെ തുടർന്നുള്ള നടപടികൾ, കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണോ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ആശങ്ക പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം തന്നെ ഒരു ആൻസർ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ തുടർന്നുള്ള പ്രവേശന ഷെഡ്യൂൾ പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അറിയിപ്പ് തന്നെ ഉണ്ടാകുമെന്ന് ആശ്വസിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു അലോട്ട്മെന്റ് ലഭിക്കട്ടെ. ഇപ്പൊ നീറ്റിന്റെ റിസൾട്ടും കൂടി ഇന്ന് പബ്ലിഷ് ആയിട്ടുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അലോട്ട്മെന്റുകളും വരുന്നതായിരിക്കും. അപ്പൊ വരുന്ന നോട്ടിഫിക്കേഷൻസുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒപ്പം ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.